നമ്മുടെയൊക്കെ ആദ്യത്തെ സ്കിൻ കെയർ പ്രോഡക്റ്റ് ഏതാണെന്ന് ചോദിച്ചാൽ ഭൂരിപക്ഷം പേര് പറയുന്ന ഒരു ഉത്തരം വാസ്ലിൻ എന്നായിരിക്കും അല്ലേ? ഒരുപക്ഷെ സ്കിൻ കെയർ ഒക്കെ എന്താണെന്ന് പോലും അറിയും മുമ്പേ നമ്മുടെയൊക്കെ കൂടെ കൂടിയ ഒരു സാധനമാണ് ഇവൻ. അപ്പോൾ എന്തൊക്കെ പുതിയ പ്രോഡക്റ്റുകൾ വന്നാലും ഈ വാസ്ലിൻ കയ്യിലും കാലിലുമൊക്കെ അപ്ലൈ ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു സംതൃപ്തി മറ്റേത് പ്രോഡക്റ്റുകൾ ഉപയോഗിച്ചാലും കിട്ടാറില്ല. അപ്പോൾ എൻ്റെ കയ്യിലിരിക്കുന്നത് കടയിൽ നിന്ന് വാങ്ങിയ വാസ്ലിനാണെന്ന് നിങ്ങൾ വിചാരിച്ചു കാണും അല്ലേ? എന്നാൽ നിങ്ങൾക്ക് തെറ്റി. ഇത് നമ്മുടെ വീട്ടിൽ തന്നെ തയ്യാറാക്കിയ വാസ്ലിനാണ്. യാതൊരുവിധ കെമിക്കൽസ് ആഡ് ചെയ്തിട്ടില്ല, ആർട്ടിഫിഷ്യൽ സ്മെല്ലില്ല, 100% നാച്ചുറലായ പ്യുവറായ സേഫായ വാസ്ലിനാണിത്. സോ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യാൻ പോകുന്നത് കടയിൽ നിന്ന് വാങ്ങുന്ന വാസ്ലിനെ മറികടക്കുന്ന അതേ ടെക്സ്ചറിലുള്ള ഒരു നാച്ചുറലായിട്ടുള്ള വാസ്ലിൻ നമുക്ക് വീട്ടിൽ എങ്ങനെ തയ്യാറാക്കാം എന്നതിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപായിട്ട് നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും. അപ്പോൾ അധികം വൈകിപ്പിക്കാതെ തന്നെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. നമ്മൾ ഷോപ്പിൽ നിന്നൊക്കെ വാങ്ങുന്ന വാസ്ലിൻ ഒരു 40 ഗ്രാമിന് 90-100 രൂപയ്ക്കകത്ത് വിലയാകും. അങ്ങനെ എത്ര പ്രാവശ്യം വാങ്ങിയിട്ടുണ്ടാവും നമ്മൾ? അപ്പോൾ ഒരു 2 വാസ്ലിൻ വാങ്ങുന്ന പൈസയുണ്ടെങ്കിൽ ഏറെ കാലത്തേക്കുള്ള വാസ്ലിൻ തയ്യാറാക്കിയെടുക്കാനായിട്ട് നമുക്ക് പറ്റും. മാത്രമല്ല ഒറിജിനൽ വാസ്ലിനേക്കാൾ വളരെയധികം ബെനിഫിഷ്യലാണ് താനും. വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രം മതി, അധിക ചിലവുകളൊന്നും തന്നെയില്ല. ഒരിക്കൽ തയ്യാറാക്കി ഉപയോഗിച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഇതിൻ്റെ ഫാനായിട്ട് മാറുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അത്രയ്ക്ക് റിസൾട്ട് തരുന്ന ഒരു വാസ്ലിനാണിത്. അപ്പോൾ നമ്മുടെ ഹോം മെയ്ഡ് വാസ്ലിൻ എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം. അപ്പോൾ നമ്മുടെ ഈ വാസ്ലിൻ തയ്യാറാക്കാനായിട്ട് നമുക്ക് ആദ്യം ആവശ്യം ബീസ്വാക്സ് ആണ്. ബീസ്വാക്സ് എന്താണെന്ന് പറഞ്ഞാൽ തേനീച്ചകൾ അവരുടെ കൂടുണ്ടാക്കാനായി ഉപയോഗിക്കുന്ന വളരെ സ്വാഭാവികമായ മെഴുകാണ് ഈ ബീസ്വാക്സ്. ഇത് ഒരുപാട് കോസ്മെറ്റിക് പ്രോഡക്റ്റുകളിൽ ഉപയോഗിക്കുന്ന ഒന്നാണ്. ക്രീംസ്, ലോഷൻസ്, ലിപ് ബാം, കാജൽ, ബോഡി ബട്ടർ, അങ്ങനെ ഒരുപാട് സ്കിൻ കെയർ പ്രോഡക്റ്റുകളിൽ ഉപയോഗിക്കുന്ന ഇൻഗ്രീഡിയൻ്റാണ് ഈ ബീസ്വാക്സ്. ഇത് ഓൺലൈനിലും അവൈലബിൾ ആണ്. ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ ഈ ബീസ്വാക്സ് ഒന്ന് ഗ്രേറ്റ് ചെയ്ത് എടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് ഗ്രേറ്റ് ചെയ്യാം. അപ്പോൾ കണ്ടോ, ഇതുപോലെയാണ് നമുക്കിത് കിട്ടേണ്ടത്. ഇനി നമുക്കാവശ്യം ഒരു 10 ടീസ്പൂൺ വെളിച്ചെണ്ണയാണ്. ഞാനിവിടെ നല്ല ശുദ്ധമായ വെർജിൻ കോക്കനട്ട് ഓയിലാണ് എടുത്തിരിക്കുന്നത്. വെളിച്ചെണ്ണ എല്ലാവരുടെയും വീട്ടിലുള്ള ഒരു സാധനമാണല്ലോ, അപ്പോൾ അതും ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമല്ല. ഈ കോക്കനട്ട് ഓയിൽ നമ്മുടെ സ്കിന്നിൻ്റെ ആഴങ്ങളിലേക്ക് വരെ ചെല്ലുന്ന ചെറിയ മോളിക്യൂളുകളാണ്. അതുകൊണ്ട് വളരെ ഡീപ്പ് ഹൈഡ്രേഷൻ തരാനായിട്ട് ഈ വെളിച്ചെണ്ണ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇനി അടുത്തതായി നമുക്ക് ആവശ്യം കാസ്റ്റർ ഓയിലാണ്, ആവണക്കെണ്ണയാണ്. 5 ടീസ്പൂൺ ആവണക്കെണ്ണയാണ് നമുക്ക് ആവശ്യം. ആൻറ്റി ഏജിങ് പ്രോപ്പർട്ടീസ് ധാരാളമായിട്ടുള്ള ഒന്നാണ് ഈ ആവണക്കെണ്ണ. സ്കിൻ നല്ല സോഫ്റ്റാക്കി ഫൈൻ ലൈൻസും റിങ്കിൾസും ഒക്കെ നല്ലതുപോലെ റെഡ്യൂസ് ചെയ്യാനും സ്കിന്നിന് ഒരു ഹെൽത്തി ഷൈൻ നൽകാനും ഈ ഒരു ആവണക്കെണ്ണ ഹെൽപ്പ് ചെയ്യുന്നതാണ്. അപ്പോൾ ഈ വെളിച്ചെണ്ണയും ആവണക്കെണ്ണയും കൂടി നമുക്ക് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ 2 പവർഫുള്ളായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആണ് നമ്മളിവിടെ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇനി നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്യാനായിട്ട് പോകുന്നത് നമ്മളിവിടെ ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ബീസ്വാക്സ് ആണ്. 3 ടീസ്പൂൺ ബീസ്വാക്സ് ആണ് നമ്മളിവിടെ ആഡ് ചെയ്യുന്നത്. ഇനി ഇതെല്ലാം കൂടി നന്നായി മിക്സ് ചെയ്യുക. എന്നിട്ട് നമുക്കിതൊന്ന് ഡബിൾ ബോയിലിംഗ് ചെയ്ത് എടുക്കേണ്ടതായിട്ടുണ്ട്. അതിനായി ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളമൊഴിച്ച് ചൂടാക്കുക. എന്നിട്ട് അതിന് മുകളിൽ ഇതുപോലെ ഒരു ബൗൾ വെച്ച ശേഷം നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മിക്സ് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നന്നായി ഇളക്കിക്കൊണ്ടിരിക്കുക. സ്റ്റൗ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് നമ്മുടെ ബീസ്വാക്സ് മൃദുവായി മെൽറ്റ് ചെയ്തെടുക്കുക. കോക്കനട്ട് ഓയിൽ സ്കിൻ സോഫ്റ്റ് ആക്കാനും കാസ്റ്റർ ഓയിൽ ഡീപ്പ് ഹൈഡ്രേഷൻ നൽകാനും ബീസ്വാക്സ് സേഫ് പ്രൊട്ടക്ഷൻ ലെയർ നൽകുകയും ചെയ്യുന്നു. അപ്പോൾ ഇവയെല്ലാം കൂടി ചേരുമ്പോൾ
വളരെ പെർഫെക്റ്റായ 100% നാച്ചുറലായ ഒരു വാസ്ലിൻ നമുക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഇതുപോലെ ബീസ്വാക്സ് പൂർണ്ണമായും മെൽറ്റായി കഴിയുമ്പോൾ നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. ഇനി ഇതിൻ്റെ ചൂടൊന്ന് കുറഞ്ഞ ശേഷം നമുക്കെടുക്കാം. കണ്ടോ, ഇതുപോലെയാണ് ഡബിൾ ബോയിലിംഗ് ചെയ്ത് കഴിയുമ്പോൾ നമുക്കിത് ലഭിക്കുന്നത്. എല്ലാ ഓയിലുകളും ബീസ്വാക്സും എല്ലാം നന്നായി മിക്സ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു 3 വൈറ്റമിൻ ഇ ക്യാപ്സൂൾ കൂടി ആഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഡാർക്ക് സ്പോട്ട് റെഡ്യൂസ് ചെയ്യാനും സ്കിൻ നല്ല ഹൈഡ്രേറ്റഡ് ആയിട്ട് വെക്കാനുമൊക്കെ വളരെയധികം സഹായിക്കുന്ന ഒന്നാണ് വൈറ്റമിൻ ഇ ക്യാപ്സൂൾ. ഇനി ഇതെല്ലാം കൂടി നന്നായി മിക്സ് ചെയ്യുക. അതിനുശേഷം മിക്സ് ചെയ്ത ലിക്വിഡ് നമുക്ക് ഒരു ക്ലീൻ ആയിട്ടുള്ള എയർ ടൈറ്റ് കണ്ടെയ്നറിലേക്ക് ഒഴിച്ചു വയ്ക്കാം. എന്നിട്ട് ഇത് നല്ല ടൈറ്റായി അടച്ചു വയ്ക്കാം. ബാക്കിയുള്ളത് ഞാൻ ഒഴിഞ്ഞ മറ്റൊരു വാസ്ലൈൻ കണ്ടെയ്നറിലേക്ക് തന്നെ ഒഴിച്ചു വെക്കുകയാണ്. ഇനി ഇവരെ രണ്ടുപേരെയും മാറ്റി ഒരിടത്ത് വയ്ക്കാം, ഒരു 1-2 മണിക്കൂർ. അത് കഴിയുമ്പോൾ നമുക്കിത് വളരെ നാച്ചുറലായ വാസ്ലിൻ്റെ അതേ കൺസിസ്റ്റൻസിയിൽ കിട്ടുന്നതായിരിക്കും. അപ്പോൾ 2 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്യാം. കണ്ടോ, കടയിൽ നിന്ന് നമ്മൾ വാങ്ങുന്ന വാസ്ലിൻ പോലെ തന്നെയില്ലേ? ഒരു വ്യത്യാസവുമില്ല, അതുപോലെ തന്നെയാണ്. എന്നാൽ അതിനേക്കാൾ വളരെയധികം മികച്ച ഒരു വാസ്ലിനാണ് ഇത്. 100% നാച്ചുറലായിട്ടുള്ള ഒന്നാണിത്. യാതൊരു കെമിക്കൽസും നമ്മളിതിൽ ആഡ് ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ വളരെ ധൈര്യമായി നമുക്കിത് ഉപയോഗിക്കാവുന്നതുമാണ്. തീർച്ചയായും നിങ്ങളിത് തയ്യാറാക്കി നോക്കണം. കടയിൽ നിന്ന് നിങ്ങൾ വില കൊടുത്ത് വാങ്ങുന്ന വാസ്ലിനേക്കാൾ നിങ്ങളുടെ സ്കിന്നിന് ഗുണം ചെയ്യുന്ന ഒന്നാണിത്. അതിന് 100% ഞാൻ ഗ്യാരണ്ടി തരികയാണ്. ഇത് ഒരു തവണ നിങ്ങൾ തയ്യാറാക്കി നോക്കി ഇതിൻ്റെ റിസൾട്ട് എന്താണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നീട് നിങ്ങൾ ഒരിക്കലും കാശ് കൊടുത്ത് ഒരു വാസ്ലിൻ വാങ്ങിക്കുകയില്ല, ഉറപ്പ്. അപ്പോൾ എല്ലാവരും ഈ ഒരു വാസ്ലിൻ തയ്യാറാക്കി നോക്കുക, എന്നിട്ട് റിസൾട്ട് അറിയിക്കുക. കണ്ടില്ലേ, ബീസ്വാക്സും കോക്കനട്ട് ഓയിലും കാസ്റ്റർ ഓയിലും എല്ലാം കൂടി ചേർന്നപ്പോൾ ഒറിജിനൽ വാസ്ലിൻ പോലെ തന്നെയുള്ള ഒരു നാച്ചുറൽ വാസ്ലിൻ നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കിയെടുക്കാമെന്ന്. ഒരു തരി പോലും കെമിക്കൽ ഇല്ലാതെ 100% നാച്ചുറലായിട്ടാണ് നമ്മളിവിടെ ഈ വാസ്ലിൻ തയ്യാറാക്കിയിരിക്കുന്നത്. ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ട, നമ്മുടെ വീട്ടിലുള്ള കാര്യങ്ങളൊക്കെ വെച്ച് നമുക്കിത് തയ്യാറാക്കാവുന്നതാണ്. പിന്നെ ഒരുപാട് സ്കിൻ കെയർ ഇഷ്യൂസിന് ഈ വാസ്ലിൻ ഒരു പരിഹാരമാണ്. നമ്മുടെ ചുണ്ടൊക്കെ വരണ്ട് പൊട്ടുന്നുണ്ടെങ്കിൽ നമുക്ക് വാസ്ലിൻ അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ കാലൊക്കെ വിണ്ട് കീറുന്ന പ്രശ്നമുള്ളവരാണെങ്കിൽ നമുക്ക് ഈ വാസ്ലിൻ അപ്ലൈ ചെയ്തതിന് ശേഷം രാത്രി നമുക്കൊരു സോക്സ് ഇട്ട് കിടന്നുറങ്ങുകയാണെങ്കിൽ പിറ്റേ ദിവസം കാൽപാദങ്ങളൊക്കെ നല്ല സോഫ്റ്റായിട്ട് ഇരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. പിന്നെ ഒരു ബോഡി ലോഷന് പകരമായിട്ട് നമുക്ക് വാസ്ലിൻ യൂസ് ചെയ്യാവുന്നതാണ്. കയ്യിലും കാലിലും ഒക്കെ അപ്ലൈ ചെയ്യുവാണെങ്കിൽ നമ്മുടെ സ്കിന്നൊക്കെ നല്ല സോഫ്റ്റ് ആവുകയും ആ ഡ്രൈനെസ് ഒക്കെ മാറുന്നതിനും വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നതാണ്. അപ്പോൾ ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് വാസ്ലിൻ എന്ന് പറയുന്നത്. കടയിൽ നിന്ന് വാങ്ങുന്ന വാസ്ലിൻ പോലെയല്ല ഇത്. പ്യുവറാണ്, നാച്ചുറലാണ്, സ്കിന്നിന് വളരെയധികം സേഫുമാണ്. കുട്ടികൾക്ക് വരെ കണ്ണടച്ച് ഉപയോഗിക്കാവുന്ന സിമ്പിൾ ആൻഡ് പവർഫുൾ ആയിട്ടുള്ള ഹോം മെയ്ഡ് വാസ്ലിനാണ് ഇത്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഈ ഒരു വാസ്ലിന് ഒരു 6 മാസം വരെ ഷെൽഫ് ലൈഫ് ഉണ്ട്. നിങ്ങളിത് ഫ്രിഡ്ജിലൊന്നും വെച്ച് യൂസ് ചെയ്യേണ്ട യാതൊരു ആവശ്യവുമില്ല. അപ്പോൾ എന്തായാലും നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കുമെന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു. എന്നിട്ട് നിങ്ങളുടെ റിസൾട്ട് എന്താണെന്നുള്ളത് തീർച്ചയായിട്ടും എനിക്ക് കമൻറ്റ് ചെയ്യുകയും ചെയ്യണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇഷ്ടപ്പെട്ടുവെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത്. മറ്റൊരു എപ്പിസോഡിൽ വീണ്ടും കാണാം. ബൈ.